وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. صدق الله العظيم. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവാധിനാഥനായ പടച്ചറബിൻ്റെ വിധികളും വിലക്കുകളും കഴിയുന്നിടത്തോളം ഒരു ജീവിതത്തിലും പാലിച്ച് തഖ്വ നിറഞ്ഞ വിശുദ്ധ ജീവിതം നയിക്കണം എന്ന് അതേപോലെ ഇന്നും ആദ്യമായി ഞാൻ എന്നോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാൻ അവനെ മാത്രം ആരാധിച്ചും അനുസരിച്ചും വിധേയപ്പെട്ടും മുത്തഖികളായി ജീവിക്കാനുള്ള മഹാസൗഭാഗ്യം നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിക ജീവിതം അല്ലെങ്കിൽ ഇസ്ലാം നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇസ്സത്താണ്, ആത്മവിശ്വാസമാണ്, അഭിമാനബോധമാണ്. അത് ഈമാനിൻ്റെ കൂടപ്പുറപ്പാണ്. അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായ ഒരു സംഗതിയാണ്. ഇതാണ് ഇസ്ലാമും മറ്റുള്ള സംവിധാനങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം. നമ്മൾ ഈ ചീത്തവിളി മുഴുവൻ കേൾക്കണം അതിൻ്റെ പേരില്ല. ഭീകരവാദിയാകുന്നതും തീവ്രവാദിയാക്കുന്നതും ഒക്കെ ഇതിൻ്റെ പേരിലാണ്. കീഴടങ്ങാൻ തയ്യാറില്ലാത്ത മനുഷ്യരാണവർ. ആരുടെ മുന്നിലും വിധേയപ്പെടില്ല. ഷഹാദത്ത് കലിമയിലൂടെ തന്നെ ഇതെല്ലാം അങ്ങോട്ട് അറുത്തുമാറ്റി. വേറൊരു പരിപാടി ഇനിയില്ല. നിരന്തരം നമ്മൾ അല്ലാഹു അക്ബർ പറയണത്. നിസ്കാരത്തിൽ എത്ര വട്ടം അത് പറയിക്കുന്നത്? അത് പറയിച്ചതാണ് നമ്മളെ കൊണ്ട്. പറയണം. എന്താ പറയുന്നത്? അല്ലാഹു മാത്രമാണ് എനിക്ക് വലുത്, വേറെ ആരുമില്ല, ഒരു ഇടപാടും പറയില്ല. പെരുന്നാൾ വന്നാലും ഈ തക്ബീർ ഇങ്ങനെ പറയുക, നമ്മൾ ധാരാളമായി പറയുക. ഞങ്ങളുടെ മേലെ വേറെ ആരുമില്ലെന്ന്. ഒരാൾക്കും വിധേയപ്പെടുന്ന പരിപാടി ഞങ്ങൾക്കില്ല. ഹജ്ജിന് പോകുമ്പോൾ തൽബിയത്ത് പറയും, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലേ? ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വൽ നിഅമത ലക വൽ മുൽക്ക്. എല്ലാ അധികാരങ്ങളും എല്ലാ സ്തുതിയും എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹുവേ നിന്റേത് മാത്രമാണ്. അതുകൊണ്ട് നിന്റെ വിളിക്ക് മാത്രമാണ് ഞങ്ങൾ ഉത്തരം നൽകുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. അതുകൊണ്ട് ഒരാളെയും പകവെക്കില്ല, അതിന്റെ സംഗതി അതിനകത്തില്ല കേട്ടോ. ഒരാളുടെ അക്രമത്തിന് കൂട്ടുനിൽക്കില്ല. അള്ളാഹുവിൻ്റെതാണ് ഈ ഭൂമി. ഇതിന്റെ അധികാരം അള്ളാഹുവിന്റെ കയ്യിലാണ്. ഇവിടെ മുതലാണ് അതിന്റെ തുടക്കം. ഷഹാദത്ത് കലിമ അങ്ങനെ വളർന്ന് വ്യാപിക്കുന്ന ഒന്നാണ്. അതാണ് വിപ്ലവം. അങ്ങനെ എന്റെ സംഗതി കേട്ടോ. വേറെ ഒന്നിനും വിധേയപ്പെടാതെ ആരുടെയും അടിമകളല്ല ആരും. അള്ളാഹുവിന്റെ മാത്രം, അള്ളാഹുവിൻ്റെതാണല്ലോ എല്ലാം. ഈ ഇസ്സത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അഭിമാനബോധത്തോടെ ജീവിക്കുന്ന ആളുകളാണ് അവർ. ഒരിക്കലും അപമാനിതരായി നിന്ദരായി തലകുലിച്ച് നിൽക്കുന്ന മനുഷ്യരേ അല്ല. ആ പരിപാടിയെ നടക്കില്ല. അതുകൊണ്ട് ലോകത്ത് നടന്ന എല്ലാ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിലും മുന്നണി പോരാളികളായി മുസ്ലിം സമുദായം മാറാനുള്ള കാരണം അതാണ്. ഇതിനെ ദുർബലപ്പെടുത്താൻ ഒരുപാട് പരിപാടികൾ നടന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇടയിലൊക്കെ നിരന്തരം പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നിസ്കാരമൊക്കെ ഉള്ളൂ, നിസ്കരിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരുന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ മറ്റുള്ളവരൊക്കെ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഈ ദുർബലപ്പെടുത്താൻ ഒരുപാട് പരിപാടികൾ ബ്രിട്ടീഷുകാർ പ്രവാചകന്മാരെ വരെ കൊണ്ടുപോകുന്നവര് ഇതൊന്നും ഇല്ലാതാക്കാൻ വേണ്ടി. കീഴടങ്ങാത്ത മനുഷ്യരായ ഒരുപാട് ഓഫറുകളൊക്കെ വെച്ചു. സമ്പത്തിന്റെ മുന്നിൽ, അധികാരത്തിന്റെ മുന്നിൽ ഒരു പരിപാടിയില്ല. ഒന്നിന്റെ മുന്നിൽ ഒരു ഓഫറും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളുടെ ഓഫറൊക്കെ റബ്ബ് ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞു പോയതാ. ആ ഓഫറാണ് ഞങ്ങളുടെ ഓഫർ. അതിൽ വിശ്വസിച്ച മനുഷ്യരാണ് ഞങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ തരുന്ന ദുനിയാവിന്റെ നീർക്കുമിളകളുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട. ആ പരിപാടി ഞങ്ങൾക്കില്ല. അത് കാട്ടിയൊന്നും മയക്കാൻ സ്വർഗത്തിന്റെ അത്യുന്നതങ്ങളെ കുറിച്ച് നിരന്തരം സംസാരിക്കുന്ന മനുഷ്യരാണ് ഞങ്ങൾ. ദുനിയാവിലെ ജീവിതം എത്രയുണ്ടെന്നൊക്കെ ഞങ്ങൾക്കറിയാം. അതാ എന്റെ പ്രത്യേകത. ഈ അടിത്തറയിൽ നിന്നുകൊണ്ട് വേണം ഇസ്ലാമിക ദർശനത്തെ നമ്മൾ നോക്കിക്കാണാൻ.
അതിന്റെ സവിശേഷതയാണെന്ന് പറയാം കേട്ടോ. ഞാൻ പറയുന്നത് ഈ അഭിമാന ബോധമുള്ളവരായിരിക്കണം നമ്മളെല്ലാവരും. ഇതാരോടുള്ള വെല്ലുവിളിയും അല്ല കേട്ടോ. നമുക്കെല്ലാവരോടും സ്നേഹമാണുള്ളത്, ആരോടും പകയില്ല, ആരോടും വിദ്വേഷമില്ല. ഞങ്ങൾക്ക് കിട്ടുന്നത് മുഴുവനും എല്ലാവർക്കും പങ്കുവെക്കണമെന്ന് തന്നെ തീരുമാനിച്ചവരാണ്. ജാതിമത വ്യത്യാസമൊന്നും അതിനകത്തില്ല. ആരോടും ശത്രുതയില്ല, ആരോടും പകവെക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. പക്ഷേ ചൂഷണത്തിന് വിധേയരാകാനോ ആരെങ്കിലും വിധേയമാക്കാനോ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്നതാണ്. റബീഉ ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധമായ ഒരു വർത്തമാനമുണ്ട്, ഒരു നയപ്രഖ്യാപനമുണ്ട്. അദ്ദേഹത്തെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പേർഷ്യയുമായിട്ട് വലിയ യുദ്ധം നടക്കാൻ പോവാം. പേർഷ്യൻ സാമ്രാജ്യം അന്നത്തെ വലിയ സാമ്രാജ്യ ശക്തിയാണ്. എന്താ അമേരിക്ക എന്നൊക്കെ പറയുന്ന പോലെ വലിയ സംഭവമാണ്. പേർഷ്യ എന്ന് കേട്ടാൽ ലോകത്തെ വലിയ ശക്തിയാണ്. അവരോട് യുദ്ധം നടക്കാൻ പോകണം. യുദ്ധത്തിന്റെ മുന്നോടിയായിട്ട് ശത്രു സൈന്യത്തിന്റെ മേധാവിയുടെ പേര് റുസ്തം എന്നാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നന്നായി വർത്തമാനം പറയാൻ കഴിയുന്ന ഒരാളെന്ന നിലയ്ക്ക് റബീഉ ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനെ നിയോഗിക്കുകയാണ്. എങ്ങോട്ടാ പോകേണ്ടത്? റുസ്തമിന്റെ അടുക്കൽ, ശത്രു സൈന്യത്തിന്റെ സർവ്വസൈന്യാധിപന്റെ അടുക്കലേക്ക് പോകണം. അവിടെ പോയിട്ട് നമ്മൾ എന്തിനാ വന്നതെന്നും നമ്മുടെ നയമൊന്നും അവരോടൊന്ന് വ്യക്തമാക്കി കൊടുക്കണം എന്നാണ് പറഞ്ഞത്. റബീഉ ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പോവാണ്. നമ്മൾ വളരെ പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട് ഇതിനകത്തൊക്കെ കേട്ടോ. വേറൊന്നും കൊണ്ട് റബീഉ ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പോവാണ്. അദ്ദേഹത്തിന്റെ യാത്രയെക്കുറിച്ച് ചരിത്രകാരന്മാര് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം യദ്ഖുലു റബീഉൻ ബിസിയാബിഹിൽ ഖദീമ അൽ മുമസ്സിഖ അൽ മുതവാദിഅ. വില കുറഞ്ഞ പഴകി പിന്നെ ഒരു വസ്ത്രമേ ആ പാവം മനുഷ്യനുള്ളൂ. മുഅ്മിനായ ആ പാവം മനുഷ്യന് അതേ ഉള്ളൂ ധരിക്കാൻ. അദ്ദേഹം റുസ്തമിന്റെ അയാളുടെ ഒക്കെ കാണാൻ പോണെങ്കിൽ വലിയ വലിയ ആളുകളാ പോവുക. കുതിര ഓടിച്ച് അദ്ദേഹത്തിന്റെ ടെന്റിലേക്ക് പോവാണ്. അയാൾ ചോദിച്ചു, മൻ അൻത, ആരാണ് നീ, എന്താ കയറി വന്നത് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, മറുപടി പറഞ്ഞു, ഞാൻ റബീഉയാണ്. എങ്ങനെ പറഞ്ഞത്? ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു, എല്ലാ അഭിമാനബോധത്തോടെയും പറഞ്ഞു, എന്റെ പേര് റബീഉ എന്നാണ്. ഞങ്ങളുടെ നയം വ്യക്തമാക്കാൻ വേണ്ടി ഞങ്ങളുടെ നേതാവ് ഇങ്ങോട്ട് പറഞ്ഞയച്ചതാ. നിങ്ങളോട് ചില വർത്തമാനങ്ങൾ പറയണമല്ലോ യുദ്ധത്തിന് മുന്നോടിയായി. പരമ്പരാഗതമായി നിങ്ങൾ വിചാരിക്കും പോലെ നാട് പിടിച്ചടക്കാൻ വേണ്ടി വന്ന മനുഷ്യരല്ല ഞങ്ങൾ. രാജ്യത്തിന്റെ അധികാരമല്ല ഞങ്ങളുടെ അടിസ്ഥാനപരമായ സംഗതി. ഇപ്പോഴും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, മതരാഷ്ട്രവാദികൾ എന്നാ വിളിക്കുക. വിവരക്കേടുകൊണ്ട് പറയുന്നതാ. നമ്മുടെ കൂടെ ഉണ്ട് വെള്ളയിട്ട ആളുകൾ ഇതും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഒരു അറിവില്ലാത്തത് കൊണ്ടാണ്, ചരിത്രത്തെ കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടാണത്. മതരാഷ്ട്രമൊന്നും അല്ലത്. ഞങ്ങൾ നിങ്ങളോട് ചില വർത്തമാനങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് അദ്ദേഹം വർത്തമാനം പറഞ്ഞ് തുടങ്ങാണ്, നഹ്നു ഖൗമിൻ ഇബ്തഅസനല്ലാഹു ലിനുഖ്രിജൽ ഇബാദ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തി റബ്ബിൽ ആലമീൻ. ഞങ്ങൾ വന്നിരിക്കുന്നത് മനുഷ്യന്റെ വിമോചനത്തിന് വേണ്ടി ദൈവത്താൽ നിയുക്തരായ മനുഷ്യരാണ് ഞങ്ങൾ, ആളുകളാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് പറയാനുള്ള വർത്തമാനങ്ങളിൽ ഒന്ന്, അള്ളാഹുവിന്റെ മാത്രം അടിമകളാണ് എല്ലാവരും. അവരുടെ മേൽ അധികാരികളായി വേറെ ആരും ഇല്ല. ആ അധികാരത്തിൽ നിന്ന്, ആ വിധേയത്വങ്ങളിൽ നിന്ന് അവർക്ക് മോചനം നൽകണം, വിമോചിപ്പിക്കണം. ആ വിമോചനത്തിന്റെ വർത്തമാനം ജനങ്ങളോട് പറയാൻ വന്നവരാണ് ഞങ്ങൾ. നിങ്ങൾ അടിമകളല്ല എന്ന് ബോധ്യപ്പെടുത്താൻ, നിങ്ങൾ ആരുടെ അടിമകളല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ നിയുക്തരായ ആളുകളാണ്. അദ്ദേഹം അവസാനിപ്പിക്കുന്നില്ല, വമിൻ ജൗരിൽ അദിയാനി ഇലാ അദ്ലിൽ ഇസ്ലാം. മതങ്ങളുടെ ചൂഷണങ്ങളിൽ നിന്ന്, മതകീയമായ മതത്തിന്റെ ആത്മീയ വാണിഭങ്ങളിൽ നിന്ന്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന്. മതം കച്ചവടമാണല്ലോ, കച്ചവടച്ചരക്കാണല്ലോ മതം. ഭയങ്കര വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന, കോടാനുകോടികളുടെ ആസ്തി കൊയ്തെടുക്കാൻ കഴിയുന്ന നല്ല കച്ചവടമാണത്. മതം കച്ചവടച്ചരക്കല്ല. ആ കച്ചവട വാണിഭങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ മതവാണിഭത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്തണം. ഇലാ അദിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ നീതിയെക്കുറിച്ച് ഞങ്ങൾക്ക് അവരോട് സംസാരിക്കണം. കുറെ കാര്യം പറഞ്ഞു വെക്കാണ്. ഇത് ജനങ്ങളോട് പറയണം. അഭിമാനബോധമുള്ളവരായി ഈ ലോകത്ത് ഓരോ മനുഷ്യനും ജീവിക്കണം. ആർക്കും വിധേയപ്പെട്ടോ അടിമകളായോ ജീവിക്കേണ്ടവരല്ല ഒരു മനുഷ്യരും. ഇത് പറയാൻ വേണ്ടി ജനങ്ങളിലേക്ക് വന്ന ആളുകളാണ് ഞങ്ങൾ. നിങ്ങൾ തടയാതിരുന്നാൽ മതി. നിങ്ങളുടെ അധികാരമൊക്കെ നിങ്ങൾ വെച്ചോളൂ.
ഞാൻ പറഞ്ഞു വരുന്നത് ഈ അഭിമാനബോധം ഇസ്ലാമിന്റെ എല്ലാവരിലേക്കും വരുന്ന ഒരാൾക്കും വിധേയപ്പെട്ട് അടിമപ്പെട്ട് പോവുക എന്നല്ല. നമ്മുടെ ഇടയിലൊക്കെ അങ്ങനെയൊക്കെ ചിലൊരു വർത്തമാനമുണ്ട്. എന്താ വർത്തമാനം? നമുക്കിപ്പോ നല്ല ഇസ്സത്തൊക്കെ കിട്ടണമെങ്കിൽ, സ്ഥാനമാനങ്ങൾ കിട്ടണമെങ്കിൽ, അധികാരം കിട്ടണമെങ്കിൽ പലതിനും വിധേയപ്പെടണം. ഒന്നും മിണ്ടാണ്ട് നടന്നുകൂടെ, അഡ്ജസ്റ്റ് ചെയ്തുകൂടെ എന്നൊക്കെയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കൽ നമുക്കറിയാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ഉണ്ടായ എതിർ പ്രചരണങ്ങൾ മുഴുവൻ ഇതെല്ലാം ദുഷ്പ്രചരണങ്ങളാ മക്കയിലും മദീനയിലും ഒക്കെ ഉണ്ടായെന്നറിയും. ഇത് മുഴുവൻ എന്തുകൊണ്ടുണ്ടായത്? നമ്മുടെ ഇടയിലുണ്ടല്ലോ എന്തെല്ലാം ദിനേന പുതിയ 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 ആരോപണങ്ങൾ, അപവാദങ്ങൾ, കള്ളപ്രചരണങ്ങൾ ഇസ്ലാമിനെതിരെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്, നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാലഘട്ടത്തിൽ ഇതൊക്കെ ഉണ്ടായിട്ടോ. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റിന് വിധേയമാകുന്ന നമുക്ക് കാണാൻ എവിടെയും നമുക്ക് സാധിക്കുകയില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇസ്സത്ത് അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അതിന്റെ ഖജനാവ് അള്ളാഹുവിന്റെ അടുക്കല. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും മനസ്സിലാക്കണം. പണ്ഡിതന്മാരും സാധാരണക്കാരും ഒക്കെ മനസ്സിലാക്കണം. നമ്മുടെ ഇടയിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അധികാരികളുടെ അംഗീകാരം കിട്ടാൻ, അവരുടെ ആശീർവാദം കിട്ടാൻ, അങ്ങനെ പലതും ഉണ്ടല്ലോ അല്ലേ? ആളുകൾ അങ്ങനെയൊക്കെ വിചാരിക്കുകയാണെന്നേ, ഇങ്ങനെയൊക്കെ ആയാലേ ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടുള്ളൂ, സ്ഥാനമാനങ്ങളും അധികാരങ്ങളും ഒക്കെ കിട്ടുള്ളൂ. ശുദ്ധ ഖുർആൻ അതെങ്ങനെ തിരുത്തി പറയുന്നുണ്ട്. അള്ളാഹ് ചോദിക്കുക, നിങ്ങൾ അവരുടെ അടുക്കൽ നിന്ന് ഇസ്സത്ത് ലഭിക്കുമെന്ന് വിചാരിക്കുകയാണോ? അള്ളാഹു പറയുന്നു, ഇസ്സത്തിന്റെ ഖജനാവ് അത് അള്ളാഹുവിന്റെ കയ്യിലാണ്. അത് അള്ളാഹു നൽകുന്നതാ. അത് നൽകാൻ ഒരു കാഫിറിന്റെ കയ്യിലും അതിന്റെ താക്കോൽ അള്ളാഹ് കൊടുത്തിട്ടില്ല. ഒരു അധികാരിയുടെ കയ്യിലും ആ താക്കോൽ ഉറപ്പ് കൊടുത്തിട്ടില്ല. അത് അള്ളാഹുവിന്റെ കയ്യിൽ ഭദ്രമായി സൂക്ഷിക്കപ്പെട്ട ഖജനാവാണ്. അത് വലിയ വിഭവമാണ്. അത് അള്ളാഹു നൽകുന്നതാ. അതെങ്ങനെ കിട്ടുമെന്ന് നിങ്ങൾ ആലോചിക്കണ്ട. അങ്ങനെ തന്നെയല്ലേ? വലിയ അത്ഭുതമാണല്ലോ ഇത്. വലുതെന്നൊക്കെ ആളുകൾ ഇങ്ങനെ പലതിനെ കുറിച്ചും വിചാരിക്കണം കേട്ടോ. ഒന്നുമല്ല, ഒരു വലുതുകൂടി ഇല്ലെന്നേ. ഞാൻ ആ തുടക്കത്തിൽ ഒരു ആയത്ത് ഓതി വെച്ചില്ലേ? ആയത്തിൽ എന്താ പറയണത്? അല്ലാഹു തആല പറയാണ്, പറയൂ പ്രഖ്യാപിക്കൂ, അല്ലാഹുവേ, ആരാ അല്ലാഹു? മാലിക്കൽ മുൽക്ക്, സകല അധികാരങ്ങളുടെയും മേലുള്ള പരമാധികാരിയായ അല്ലാഹുവേ. മാലിക്കുൽ മുലൂക്കാണ് അല്ലാഹു. രാജാക്കന്മാരുടെ എല്ലാ അധികാരങ്ങളുടെ മേലുമുള്ള പരമാധികാരിയായ അല്ലാഹു. എന്നിട്ട് പറയാണ്, തുഅത്തിൽ മുൽക മൻ തശാ, അധികാരം നീ നൽകുന്നതാണ് നീ ഉദ്ദേശിക്കുന്നവർക്ക്. അതൊന്നും ആരും നേടിയെടുക്കണല്ലാന്നേ. അവിടെ കൊണ്ട് നിർത്തിയില്ല. ബാക്കി എന്താ പറഞ്ഞറിയോ? നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരം ഊരി മാറ്റും. ഇതൊന്നും ഞങ്ങളുടെ മുന്നിലെ പ്രശ്നങ്ങളല്ലാന്നേ. അപ്പൊ വലിയ അധികാരിയാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പോണില്ല? ഒന്നും ചെയ്യാൻ പോണില്ല, ഒന്നും നടക്കാൻ പോണില്ല. ഒരു അധികാരിക്കും പറ്റില്ല. അധികാരം ആര് കൊടുത്തതാ? ഇതാണല്ലോ നമ്മുടെ ഈമാൻ. അധികാരം ആര് നൽകിയതാ? സർവാധിനാഥനായ അള്ളാഹു നൽകിയതാ. അത് ഊരി മാറ്റാൻ സമയമൊന്നും വേണ്ടത്. വലുതെന്ന് വിചാരിക്കുന്നതിന്റെ ഒക്കെ അവസ്ഥ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കണില്ലേ? കാലിഫോർണിയയിൽ വലിയ തീപിടുത്തമാ. അമേരിക്കയുടെ സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമാണ്. അമേരിക്കയെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം എന്തായിരുന്നു? എന്തൊക്കെയാ പറഞ്ഞു വരുത്തിയിരുന്നില്ലേ? അല്ലാഹു റബ്ബി എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? അവരങ്ങനെയാണ് ഇങ്ങനെയാണ് ഒക്കെ മറിക്കാൻ പോണു, ഭയങ്കര സംഭവമാണ്. ഇതൊക്കെ കേട്ട് നമ്മളൊക്കെ വിശ്വസിച്ചു. ആളുകളൊക്കെ എന്തോ സംഭവമാണെന്നൊക്കെ വിചാരിച്ചാണ്. ഒരു തീപിടുത്തം ഉണ്ടായി. നമ്മൾ അതിൽ സന്തോഷിക്കുന്നവരല്ല കേട്ടോ. ഒരു പ്രകൃതി ദുരന്തത്തിലും സന്തോഷമുള്ള മനുഷ്യരല്ല നമ്മൾ. ആ അഗ്നിബാധയും. പക്ഷെ അള്ളാഹുവിന് ഇതൊന്നും ഒരു കാര്യമൊന്നും അല്ലല്ലോ. ഈ മഹാപ്രപഞ്ചത്തിന്റെ സർവാധിനാഥനായ റബ്ബിന് എന്ത് കാലിഫോർണിയ, എന്താണ് പാട്? ഒരു കാര്യം ബോധ്യപ്പെടുത്തിയതാ. ലോകത്തെ മുഴുവനൊന്ന് ബോധ്യപ്പെടുത്താണ്. എല്ലാ പ്രകൃതി ദുരന്തങ്ങളും രണ്ട് രൂപങ്ങളിലാണ് കേട്ടോ. ഒന്ന് അള്ളാഹുവിന്റെ ശിക്ഷയാണ്, മറ്റുള്ളവർക്കുള്ള വലിയ പാഠമാണ്. റബ്ബിന്റെ അവിടെയാണ് കാര്യങ്ങളെല്ലാം. തീ പിടിച്ചു. ആ സംസ്ഥാനത്തിന്റെ തന്നെ പ്രത്യേകത എന്താ? ലോകത്തൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടെയാണെന്നാ. ലോസ് ആഞ്ചലസിൽ വരാൻ ലോകത്തൊരു സ്വർഗമുണ്ടെങ്കിൽ ആഡംബരത്തിന്റെ അവസാന വാക്കാണ്. അതാണ് അവിടുത്തെ പ്രത്യേകത. അവിടെ ഒരുക്കപ്പെട്ട സുരക്ഷാ സംവിധാനങ്ങൾക്ക് കയ്യും കണക്കൂല. എല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്. ആ രാജ്യത്തിന് അതായത് ലോകത്ത് മനുഷ്യന് അവന്റെ ടെക്നോളജി, അവന്റെ സയൻസും ടെക്നോളജിയും ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ എല്ലാ സാധ്യതകളും അവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഇവിടെയാണെങ്കിൽ അന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു തീപിടുത്തം ഉണ്ടായ ഒരു ഫയർ എഞ്ചിൻ വരണമുള്ള നേരം ഒന്ന് ആലോചിച്ച് നോക്കി. അത് ആകെ 2 ഉണ്ടാവും. ഒരെണ്ണം കേട് മൂന്നിട്ട് കിടക്കണ്ട.
ഇതൊന്ന് വെള്ളം ചീറ്റി എന്തെങ്കിലും ആകുമോ? അവിടെ നിങ്ങൾ കണ്ടില്ലേ എൻ്റെ പിക്ചറുകളൊക്കെ? 100 കണക്കിന് എണ്ണമാണ്. എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്താണ്. ഇന്ന് ഈ സംസാരിക്കണ സമയത്തും തീ അവിടെ നിയന്ത്രണ വിധേയമല്ല. അത് റബ്ബിന്റെ സൈന്യമാണെന്നേ, റബ്ബിന്റെ സൈന്യമാണത്. ഇവരെന്ത് വിചാരിച്ചു? ഇവരെ കൊണ്ട് ഇതൊക്കെ തടുത്തു നിർത്താൻ പറ്റുമെന്നാ? അള്ളാന്റെ സൈന്യത്തെ തടുത്തു നിർത്താൻ ആർക്കും കഴിയില്ല എന്ന് ആദ്യത്തെ പ്രവാചകൻ മുതൽ പറഞ്ഞുകൊണ്ടേയിരുന്നതാ. അഹങ്കാരമാണല്ലോ ഭയങ്കരം, തലക്ക് പിടിച്ച അഹങ്കാരം. ഒക്കെ ഞങ്ങളങ്ങോട്ട് ആകൂന്നാ, നമ്മൾ വലിയ സംഭവമാണെന്നാ. ഒരു സംഭവം ഇവിടെ ആരുമില്ല, നിസ്സഹായരാണ് എല്ലാവരും. ഒരു സംഭവം ഇവിടെ നടക്കാൻ പോണില്ല. അതാ പറഞ്ഞത്. അതുകൊണ്ടാ പറഞ്ഞത് മാലിക്കുൽ മുൽക്കാണ് അല്ലാഹു. ആ റബ്ബിന്റെ അധികാരത്തിന് കീഴിലുള്ളവരാണ് മുഅ്മിൻ. ആ ഉറച്ച ബോധ്യമല്ലേ എല്ലാവരെയും തട്ടിമാറ്റുമെന്നേ. കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ. ഈ കാണുന്ന പ്രവണതകളെല്ലാം വളരെ കുറഞ്ഞ നിസ്സഹായരാണ്. ഇന്ന് റബ്ബ് തീരുമാനിച്ച ഒന്നും അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ആ രാജ്യത്തെ ജനങ്ങളോട് നമ്മൾ ഐക്യദാർഢ്യപ്പെടുകയാണ്. പാവം മനുഷ്യരാണ്, അങ്ങനെയാണ്. അവിടെ എല്ലാവരും ഉണ്ട്. ആ നാട്ടിലെ ജനങ്ങളൊന്നും അക്രമകാരികളൊന്നും അല്ല. ഭരണകൂടത്തെ പക്ഷെ ഒരു കാര്യം പഠിപ്പിക്കാൻ, നിങ്ങളുടെ ഏറ്റവും വലുതിനെ പോലും സംരക്ഷിക്കാൻ, നിങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിലുള്ള നിങ്ങൾ തന്നെ പണി കഴിപ്പിച്ച രമ്യഹർമ്മങ്ങളും കൊട്ടാരങ്ങളും ഒരിക്കലും നശിപ്പിക്കപ്പെടില്ല എന്ന് നിങ്ങൾ വിചാരിച്ച, എത്രയോ കാലങ്ങളിൽ നീണ്ടു നിൽക്കാനുള്ള നിങ്ങളുടെ പൈതൃകമായി നിങ്ങൾ കാത്തുവെക്കാൻ പോയ, വില കണക്കാക്കാൻ കഴിയാത്ത അമൂല്യങ്ങളായ കെട്ടിടങ്ങൾ കത്തുമ്പോ അത് നോക്കി നിൽക്കാനേ നിങ്ങൾക്ക് പറ്റൂ എന്ന് ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ഒന്നുമല്ല സഹായരാണ്. ഇത്രയോട് സംഗതി ഇതാണ്. അപ്പോ അത് മുഅ്മിനീങ്ങളുടെ എന്താ ഇത് ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മളെപ്പോഴും നമ്മുടെ ചിന്തയിൽ ഇതാ, ഏത് അധികാര ശക്തിയുടെ മുന്നിലും ഇത്രയൊക്കെ ഉള്ളൂ ഇതിന്റെ കാര്യം. അവിടെ ഒരു കാര്യം നടക്കാൻ പോണില്ല. അതുകൊണ്ടാ പറഞ്ഞത്, നിങ്ങൾ കുഫറിന്റെ കയ്യിൽ നിന്ന് ഇസ്സത്ത് മേടിക്കാൻ നടക്കണോ? മുഅ്മിനീങ്ങളോട് ചോദിക്കല്ല. നിങ്ങൾ അവിടെ നിന്ന് പോകാം, മുനാഫിക്കുകളോട് പറയാ. നിങ്ങൾ എന്താ മനസ്സിലാക്കി വെച്ചത്? അപമാനിതരാകാൻ സമയമൊന്നും വേണ്ട. ഇസ്സത്ത് അള്ളാഹുവിന്റെ കയ്യിലാ. തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനാണ് നമ്മളോട് അള്ളാഹു ആവശ്യപ്പെടുന്നത്. ചിലർക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ അവരുടെ തൃപ്തി, ഇവരുടെ പ്രീതി, അവരെന്ത് വിചാരിക്കും കേട്ടോ. അതുകൊണ്ട് ദീനെല്ലാം പറയണ്ട, കുറച്ച് പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് ഇങ്ങനെ വെക്കുക എന്നൊക്കെയാ നിലപാടുകളാണ് ഈ പറയുന്നത്. എല്ലാം ഒന്നും പറയണ്ട എന്നാ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. എല്ലാം പറയാൻ തീരുമാനിച്ചവരാ നമ്മൾ. ദീന് മൊത്തത്തിൽ അങ്ങോട്ട് പറയും. അത് പറയും, അതിനു വേണ്ടി ഉയർന്നു നിൽക്കും. വലൻ തർള അൻകൽ യഹൂദ് വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും. വലൻ തർള അൻകൽ യഹൂദ് വലൻ നസാറ, ജൂത നസാറാക്കൾ നിന്റെ കാര്യത്തിൽ തൃപ്തിപ്പെടുമെന്ന് നീ വിചാരിക്കണ്ട. അല്ലാഹു പറയാന്നേ. എന്താ വിചാരിച്ച അവരെ തൃപ്തിപ്പെടുത്താവുന്ന? ഭയങ്കര വിധേയത്വമാണ് കേട്ടോ. അല്ലാഹുവേ, ഭയങ്കര വിധേയത്വ. അറബ് രാജാക്കന്മാർക്ക് കത്തെഴുതുകയാണ് ഇസ്രായേൽ. എന്താ കത്ത്? നിങ്ങൾക്ക് നന്ദി, ലോകം മുഴുവൻ കൈയൊഴിഞ്ഞപ്പോഴും ഞങ്ങളുടെ ബിസിനസ്സിനൊക്കെ ഈ യുദ്ധ സമയത്തെ ഞങ്ങൾക്ക് വേണ്ട ബിസിനസ് ഉണ്ടാക്കി തന്നതിന്, ഞങ്ങൾക്ക് വേണ്ട ആയുധങ്ങളും സൗകര്യങ്ങളും എത്തിച്ചത് മുസ്ലിമിനെ കൊല്ലാനേ. എന്നിട്ടെങ്കിലും അവിടെ നിന്ന് വല്ലതും കിട്ടുമെന്നാ നോക്കുന്നു, വല്ല അംഗീകാരം കിട്ടുമെന്ന്. അല്ല പറയാ, നിങ്ങൾ അവരെ തൃപ്തിപ്പെടുത്താൻ നോക്കുകയാണോ? നിങ്ങളുടെ ഇസ്സത്തിനെ പണയം വെച്ചിട്ട് ഒരിക്കലും നടക്കില്ല. ആ കിട്ടും. നിങ്ങൾ അവരുടെ വഴിയെ നടക്കണം. അവരുടെ മാർഗം പിന്തുടർന്നാൽ, ഇതൊക്കെ ഒഴിവാക്കി അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ അത് സാധിച്ചേക്കും. അല്ലാതെ നിങ്ങളുടെ ദീന് കയ്യിലിരിക്കുന്നിടത്തോളം കാലം, ഈ ഖുർആൻ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം അതിന്റെ അപകടങ്ങൾ അവർക്കറിയാം. ഇത് ലോകത്തെ മുഴുവൻ വിമോചനത്തിലേക്ക് നയിക്കാനുള്ളതാണ്. ഞങ്ങളുടെ എല്ലാ ചൂഷണങ്ങളും അവസാനിക്കും. അതിനെ തടഞ്ഞു നിർത്തണമെന്നേ. അതിനെ എപ്പോഴും നിരന്തരമായി തടഞ്ഞു നിർത്താൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ ഇസ്സത്തിന്റെ വർത്തമാനം കേട്ടോ. ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിന്റെ കഥയൊക്കെ ഇങ്ങനെ പറയും, ചരിത്രമൊക്കെ പറയാം. നല്ല രസമാണ് അല്ലേ. ഭയങ്കരമായ ചൂടത്താണ് കേട്ടോ, ഒരു വെയിലത്താണ്, മരുഭൂമി കത്തിപ്പഴുത്ത് നിൽക്കുകയാണ്. പാവം മനുഷ്യൻ അല്ലേ, അടിമയായിരുന്നല്ലോ ഉമയ്യത്തിന്റെ. ഇവരിങ്ങനെ കൊണ്ടുവന്നിട്ട് പിടിച്ചവിടെ കിടത്തും. പൊള്ളുന്ന മണലാണ്. എന്നിട്ട് ഒരു വെയിലത്ത് കത്തുന്ന സൂര്യന്റെ താഴെ നെഞ്ചിൽ കനത്ത പാറക്കല് കയറ്റി. എന്നിട്ട് അദ്ദേഹത്തോട് ചില ചോദ്യമാണ്, നിനക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റുമോ?
ഒരു വർത്തമാനം ഇല്ലല്ലോ അദ്ദേഹത്തിന്, ഒരു വിധേയത്വം ഇല്ലല്ലോ. അവസാനം കുഴഞ്ഞ നാവ് കൊണ്ടും അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു, അഹദ് അഹദ്, അള്ളാഹു ഏകനാണ്. ഈ മാർഗത്തിൽ പരീക്ഷണമൊക്കെ ഉണ്ടാവുന്നേ. ഞാൻ എൻ്റെ റബ്ബിലേക്ക് യാത്ര ചെയ്യുകയാണ്. എന്നിട്ട് ആരായി? ബിലാല് വിജയിച്ചു അല്ലേ? കഅബയുടെ മേലെ കയറുന്ന അദ്ദേഹം മക്കയുടെ നെറുകയിൽ കയറി നിന്ന് വിജയപ്രഖ്യാപനം നടത്തി. മറ്റോരോ ചരിത്രത്തിൽ എവിടെയും ഇല്ലാത്ത വിധം വായിക്കപ്പെട്ടു പോയി. ആൾക്ക് അഭിമാനം കിട്ടിയത്. കറുത്തവനായ നീഗ്രോ അടിമ കഅബയുടെ മേലെ കയറി നിന്ന് വിജയപ്രഖ്യാപനം നടത്തി. എതിർത്തവരോ, അന്ന് പാറക്കല്ല് കയറ്റി വെച്ചവരോ നിന്ദരായി ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് എറിയപ്പെട്ടു പോയി. ഇതാണ് ഇസ്സത്ത്. അത് അല്ലാഹു കൊടുക്കും. അള്ളാഹുവിന്റെ കൂടെ നിൽക്കുന്നവർക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നാണ് ഈ ഇസ്സത്ത് എന്ന് അവിടെ ഇങ്ങനെ പറയുക. അതുകൊണ്ട് ഇത് വേറെ എവിടെ നിന്ന് കിട്ടുന്ന സംഗതിയല്ല. ഗസയിലെ പോരാട്ടങ്ങളുടെ ഇപ്പോഴത്തെ പുതിയ വർത്തമാനങ്ങൾ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഒരുപാട് പഠിക്കാനും വായിക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ. സുബ്ഹാനല്ലാഹ് അല്ലേ? ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് ഇങ്ങനെ വായിക്കുമ്പോഴേ അന്തം വിട്ടുപോയി, അത്ഭുതപ്പെട്ടു പോയി. 1 വർഷവും 3 മാസവും പിന്നിട്ടോടെ യുദ്ധം, ആക്രമണം തുടങ്ങിയിട്ട് അല്ലേ? 1 വർഷവും 3 മാസവും പിന്നിട്ടു. അവരെന്ത് പറഞ്ഞിട്ടാണ് യുദ്ധം തുടങ്ങിയത്? ഒരാഴ്ച കൊണ്ട് തവിടുപൊടിയാക്കുന്ന. കാരണം അത്രയും സംവിധാനങ്ങളുണ്ടല്ലോ തവിടുപൊടിയാക്കുന്ന. എന്തൊക്കെ അറിയോ? ഇത്രയും ദിവസം കൊണ്ട് അവിടെ വർഷിച്ച സ്ഫോടക വസ്തുക്കളുടെ അളവ് ഞെട്ടിപ്പോ. നമ്മൾ 8,50,00,000 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ 40 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിൽ. 8,50,00,000 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ. അവിടെ ആകെ 23 ലക്ഷം മനുഷ്യർ. ഈ പറഞ്ഞ 8 വട്ടത്തുള്ള സ്ഥലവും അവിടെ ഉപയോഗിച്ച സ്ഫോടക വസ്തുക്കളുടെ അളവാണ് ഈ പറഞ്ഞത്. ലോക ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. എന്നിട്ട് എന്തുണ്ടായി? ശത്രു വിജയിച്ചോ? ഇല്ല. ഒരാഴ്ച കൊണ്ട് തീർക്കാൻ പോയ ആളുകളെ, 6 മാസം കൊണ്ട് വീണ്ടും പറഞ്ഞ ആളുകളെ, അവര് പറഞ്ഞിടത്ത് അവരുടെ മേശയുടെ മുന്നിൽ വന്നിരുന്നു. ഇവരൊക്കെ ആരാ? അമേരിക്കൻ സാമ്രാജ്യത്വം അവരുടെ മുന്നിൽ വന്നിരുന്നു. ലോകത്തൊന്നും അല്ലാത്ത ഹമാസിന്റെ നേതാക്കളുടെ മുന്നിൽ അവർ വന്നിരുന്നു. ചർച്ച നടത്തി. 1-2 ദിവസമല്ല, ദിവസങ്ങളോളം. അവസാനം അവര് പറഞ്ഞിടത്ത് മുഴുവൻ ഒപ്പിട്ടു. ഇതാണ് എന്റെ സംഗതി. ഇതാണ് ഇസ്സത്ത് എന്ന് പറഞ്ഞ സാധനം കേട്ടോ. കീഴടങ്ങാൻ തയ്യാറില്ലാത്ത മനുഷ്യർ. നമ്മുടെ ഇടയിലൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചുകൊണ്ടിരുന്നു, എന്തിനാണ് നിങ്ങൾ അവര് മാന്താൻ പോയത്, ചൊറിയാൻ പോയത്? അതുകൊണ്ടാണല്ലോ അവരിങ്ങനെ അല്ലേ? അത് ലക്ഷ്യബോധമുള്ള മനുഷ്യരാണെന്നേ, നമുക്കത് മനസ്സിലാവില്ല. അടിമത്തം ഇഷ്ടപ്പെടാത്ത മനുഷ്യരാ, റബ്ബിന്റെ ആളുകളാ. അതുകൊണ്ട് അവർക്ക് നമ്മൾ പറയുന്ന ഭാഷയൊന്നും അവർക്ക് തിരിയില്ല. അതിനൊരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ശരിയാണ്, ആ പോരാട്ട ഭൂമിയിൽ ഒരുപാട് പേര് രക്തസാക്ഷികളായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അവരെ അഭിവാദ്യം ചെയ്യണം കേട്ടോ. നമുക്ക് അതിനൊക്കെ പറ്റുള്ളൂ. കടന്നുപോയ ഏകദേശം 1.5 വർഷക്കാലമായി ലോകം മുഴുവൻ ഇസ്ലാമിക പ്രവർത്തകർ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ മുടക്കിയിട്ടില്ല. അതിനൊക്കെ വലിയ ശക്തിയല്ലേ? ഇവരുടെ അണുബോംബിനൊക്കെ അടക്കം വലിയ ശക്തി ആ കാലത്തിന്. റബ്ബിലേക്കാണല്ലോ ഇത് പോണത്, കൈ നീട്ടണതേ. അതൊക്കെ ഭയങ്കര കരുത്താ. നമ്മൾ വിചാരിക്കണല്ലേ, ഞാൻ പറഞ്ഞ ഇതൊക്കെ നമുക്ക് പഠിക്കാൻ ഒരുപാട് പാഠമുണ്ട്. നമ്മൾ വിചാരിക്കണ്ട നമ്മൾ നിസ്സഹായരായ മനുഷ്യരാണ് കേട്ടോ. മോമിനീകളാണോ? റബ്ബിന്റെ കൂടെയാ നമ്മള്. ഈ മുഴുവൻ പ്രപഞ്ചത്തിന്റെയും എണ്ണിയാൽ ഒടുങ്ങാത്ത യൂണിവേഴ്സുകൾ, അനന്തകോടി ലോകങ്ങൾ, അനന്തകോടി ഗാലക്സികൾ, 1-ാം ആകാശത്തിന്റെ കീഴിൽ അത് 7-ാം ആകാശം വരെ നീണ്ടു നിൽക്കുന്ന നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഓരോ മണൽത്തരിയും എന്റെ റബ്ബിൻ്റെതാ. സകലമെന്റെയും ശരീരത്തിലുള്ള ഓരോ സെല്ലും എന്റെ റബ്ബിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്നതാ. സർവ്വതും റബ്ബിന്റെ മലക്കുകളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നതാ. അവിടെ എനിക്കെന്ത് പേടിക്കാൻ? റബ്ബിന്റെ ആളിന് എന്ത് പേടിക്കാനാണ്? ആ റബ്ബിന്റെ ആളാണ് ഞാൻ. ആ പടച്ചവൻ പറഞ്ഞതിനപ്പുറത്തേക്ക് ഞാൻ ഇല്ലല്ലോ. അവിടെയാണ് വിജയം കേട്ടോ. അത്ഭുതമാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റും അല്ലേ? ഈ ദുആ കൊണ്ട് അവരുടെ കയ്യിൽ എന്ത് ആയുധം ഉണ്ടായിട്ടാണ്? എത്രയോ വർഷങ്ങളായി ഉപരോധത്തിലുള്ള ഒരു ജനതയാണ്. കഴിക്കാൻ ചൊവ്വേ നേരം ഭക്ഷണം പോലും ഇല്ല. ആ ഒരു സമൂഹമാണ്. എത്ര നാളായി പട്ടിണി. യഹിയാ സിൻവാർ വധിക്കപ്പെട്ടല്ലോ. അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലോകത്തിന്റെ മുന്നിലേക്ക് വന്നു. ഇതൊക്കെ അവർ അബദ്ധത്തിൽ വിട്ടുകളയുന്നതാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്. ശത്രുവിന് സാധിക്കില്ല എന്ന് ഇതൊന്നും പിന്നെയാണ് മനസ്സിലായത് വലിയ അബദ്ധമായി പോയത്.
അവസാനത്തെ വീഡിയോ ഒക്കെ ലോകത്തേക്ക് വന്നു അല്ലേ? എങ്ങനെയൊക്കെ റബ്ബ് അപമാനിക്കുന്നു നോക്കിയതിനെ. ഉണ്ടോ? ഇസ്സത്ത് എവിടെ ഇല്ലാന്നേ, അള്ളാഹുവിന്റെ അടുക്കൽ മാത്രം അപമാനിച്ചു. എന്നിട്ട് റിപ്പോർട്ട് പുറത്തു വന്ന ആലോചിച്ച് നോക്കി, 60 വയസ്സ് പിന്നിട്ട വൃദ്ധനായ ഒരു മനുഷ്യൻ, ഒരു സൈന്യത്തിന്റെ മേധാവിയുടെ കഥയാണ് ഈ കേൾക്കണത്. അപ്പൊ എന്ത് സൈന്യമാണ് അവർക്ക്? അവരുടെ ആയുധമൊക്കെ എന്തായിരുന്നു? കഴിഞ്ഞ 72 മണിക്കൂറായി ആ മനുഷ്യൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഇല്ല. അതാണ് ഗസയിലെ അവസ്ഥ കേട്ടോ. സമൃദ്ധമായി ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ആലോചിക്കണം. ഈ പട്ടിണി കിടന്നിട്ട് ലോകത്തോട് എന്തൊക്കെയാ പറഞ്ഞത്? നമ്മുടെ നാട്ടിലും വെള്ളക്കൊപ്പായൊക്കെ ഇട്ടിട്ട് പുരോഹിതന്മാര് പ്രസംഗിച്ച് നടന്നു. അവരുടെ നേതാക്കന്മാരൊക്കെ സുഖജീവിതത്തിലാണ് പറയുന്നത്. എല്ലാം പൊളിക്കണ ഒരു കൊച്ചു കൊച്ചു കാര്യം കൊണ്ടാണല്ലോ റബ്ബ്. അവരൊന്നും അപമാനിച്ചില്ല അള്ളാഹു. അഭിമാനത്തോടെ അവർ ഉയർത്തി നിർത്തി. 72 മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടും അവസാന നിമിഷം പോലും അവിടെ കിടന്ന ഒരു ചെറിയ വടിക്കഷണം കയ്യിലെടുത്തിട്ട് ആ വൃദ്ധൻ എറിയാണ്. എന്തിനു നേരെ അറിയോ? ശത്രു സൈന്യത്തിന്റെ ഡ്രോണിന്റെ നേരെ. അവസാന നിമിഷം. ഇതാണ് പോരാട്ട വീര്യം. ഞങ്ങളെ റബ്ബിലേക്ക് യാത്ര പോകണതേ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ ആളുകളൊക്കെ അഹ്സബന്നാസു മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹ അലൈഹി. ചില ആളുകളുണ്ട് അള്ളാഹുവിനോടുള്ള കരാറ് പൂർത്തിയാക്കിയ മനുഷ്യർ. ഫമിൻഹും മൻ ഖളാ നഹ്ബഹു, ചിലരൊക്കെ ആ കരാറ് പൂർത്തിയാക്കി. വമിൻഹും മൻ യന്തദറു, വേറെ ചിലരുണ്ട് അത് കാത്തിരിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞില്ലേ? ഖുർആനിന്റെ മനോഹരമായ വർത്തമാനങ്ങളുണ്ട് ഈ വിഷയത്തിലൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് വലിയ സംഗതിയാണ് കേട്ടോ. ആയുധം കൊണ്ട് സയൻസും ടെക്നോളജിയും കൊണ്ടൊന്നും നടക്കില്ല. എല്ലാം റബ്ബിന്റെ ആധിപത്യത്തിന് കീഴിലാണ്. ശരിയാണ്, ഒരുപാട് രക്തസാക്ഷികളെ അള്ളാഹു സ്വർഗത്തിലേക്ക് ആനയിക്കും, അതൊക്കെ സംഭവിക്കും. പക്ഷേ ഒരിക്കലും വിധേയപ്പെടാൻ തയ്യാറില്ലാത്ത മനുഷ്യരുടെ പോരാട്ട വീര്യത്തിന്റെ കൂടിപ്പേരാണ് ഇസ്ലാം കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും വിധേയപ്പെടുന്നവരല്ല. അള്ളാഹു അക്ബർ തന്നെ. ഇവിടെ ആരും ഒരു ഭയവും നമുക്കില്ല, ഒരു പേടിയും ഇല്ലാത്ത മനുഷ്യരാ. എന്ത് നഷ്ടപ്പെടുന്നതിലും ഭയമില്ല കേട്ടോ. നഷ്ടപ്പെടുന്നതെല്ലാം ഹിജറയുടെ വേളയിലൊക്കെ അതാണല്ലോ വലിയ പാഠം. മക്കാരൊക്കെ പിടിച്ചെടുക്കുകയാണല്ലോ. സമ്പത്ത് മുഴുവൻ, വലിയ പണക്കാരൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പിടിച്ചെടുത്തവര് ദരിദ്രരാകുമെന്ന് അവർ വിചാരിച്ചല്ലേ? ദരിദ്രരായില്ല. അള്ളാഹു അതിനേക്കാൾ എത്ര ഇരട്ടി മദീനയിൽ അവർക്ക് ഇങ്ങനെ വാരിക്കോരി കൊടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ ആണെന്നേ. സകല ഇടപാടും അള്ളാഹുവിൻ്റെ കേട്ടോ, ഇവിടെ ഒന്നുമില്ല. അതുകൊണ്ട് ദീനിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഒന്നും വേണ്ട. വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ്, അഭിമാനബോധത്തോടെ. അങ്ങനെ കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇസ്ലാമിനെ കൂടുതൽ പഠിച്ചും അറിഞ്ഞും നല്ല ഈമാനിന്റെ കരുത്തുള്ള മനുഷ്യരായും ഭയരഹിതമായി ജീവിക്കുന്ന ആളുകളായും മാറാനൊക്കെ നമുക്ക് സാധിക്കണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് എല്ലാം നിസ്സഹായമായി പോകുന്നത് കണ്ണുകൊണ്ട് കണ്ടിട്ടും ആയുധങ്ങൾ നിസ്സഹായമായി പോകുന്നത്. എന്തുമാത്രം ആയുധങ്ങൾ. മനുഷ്യരെ കൊല്ലാൻ പോലും സാധിക്കില്ല. നിസ്സഹായമായി പോകുന്നത് കണ്ണുകൊണ്ട് കണ്ടിട്ടും ഇതിനപ്പുറം ഒരു ശക്തി ഇല്ല എന്നൊക്കെ ഒരാൾക്ക് പറയണമെങ്കിൽ അവൻ അസാമാന്യമായി ബുദ്ധിവൈകല്യമുള്ള ഒരാളായിരിക്കണം. അതുകൊണ്ട് നമ്മളൊക്കെ ഇതൊക്കെ പഠിക്കണം കേട്ടോ. ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണം, ആലോചിക്കണം. നമ്മൾ വലുതെന്ന് പറഞ്ഞതൊക്കെ എത്ര ചെറുതാണെന്നും എത്ര നിസ്സാരമാണെന്നും ചിന്തിച്ച് ഏറ്റവും വലുതായ അള്ളാഹുവിലേക്ക്, അള്ളാഹു അക്ബർ എന്ന് ഹൃദയം നിറഞ്ഞ് പറയാൻ നമുക്ക് സാധിക്കണം. സർവാധിനാഥനായ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല ഗുണപാഠങ്ങൾ ചരിത്രത്തിൽ നിന്ന്, വർത്തമാന കാലങ്ങളിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ട് കൂടുതൽ കരുത്തരായി മുഅ്മിനീങ്ങളായി മുസ്ലിങ്ങളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. اللهم ارض عن الأربعة الخلفاء الراشدين المهديين عن أبي بكر الصديق وعمر الفاروق وعثمان ذي النورين وعلي المرتضى وعن بقية الصحابة والقرابة كلهم أجمعين وعن التابعين وتابع التابعين وتابعهم بإحسان إلى يوم الدين. പ്രിയ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി ഞാൻ എന്നോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്ക് വിധേയപ്പെട്ട് മുത്തഖികളായി ജീവിക്കണമെന്ന് വീണ്ടും വസിയത്ത് ചെയ്യുന്നു. സർവാധിനാഥനായ റബ്ബ് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കാനുള്ള ഉദവി നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. 2 കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. അതിലൊന്ന്, കടന്നുപോയ ആഴ്ച നമ്മൾ ഒരു കളക്ഷനുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. നമ്മുടെ പള്ളിയെ അതിൻ്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. അതുകൊണ്ട് സാധിക്കുന്നതിൻ്റെ പരമാവധി കേട്ടോ, അതിലൊക്കെ ഒരു 5000 രൂപയോ അതിൻ്റെ മേലെയൊക്കെ കൊടുക്കുന്ന ആളുകൾ ഓഫീസിൽ പോയി നേരിട്ട് പറഞ്ഞ് റെസീറ്റ് കൈപ്പറ്റണം.
ഞാൻ പറഞ്ഞ അത്രയൊന്നുമല്ല, നമുക്ക് എത്രയാണോ ഇപ്പോൾ നമുക്ക് നൽകാൻ സാധിക്കുന്നത്. കാരണം നമ്മുടെ പള്ളി മനോഹരമായ ഒന്നാക്കി നമുക്ക് മാറ്റണം. അത് നമുക്കൊരു നമ്മുടെ അഭിമാനകരമായ എന്ന് പറഞ്ഞാൽ ഈ പൊങ്ങച്ച പ്രകടനത്തിൻ്റെതല്ല. ഒരാൾ വന്ന് കണ്ടാലും, കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, നല്ല വൃത്തിയും വെടിപ്പുമുള്ള മനോഹരമായ നല്ല ഒരു സ്ഥലമായി നമ്മുടെ പള്ളിയെ മാറ്റും. സൗകര്യങ്ങളെല്ലാം അവിടെ ഉണ്ടാകണം. അതിനുള്ള ദീർഘമായ വലിയൊരു പദ്ധതിയും പരിപാടിയുമാണ്. വലിയ തുക ചെലവ് വരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് സാധിക്കുന്നതിൻ്റെ പരമാവധി ഇതിന് നമ്മൾ നീക്കി വെക്കണം എന്ന് പ്രത്യേകമായിട്ട് ഒന്ന് സൂചിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ ഒരു പാലിയേറ്റീവ് ഒരു സംവിധാനമുണ്ട്, കൃപ പാലിയേറ്റീവ് കെയർ. പ്രത്യേകം പറയേണ്ടതാണ്, ഖുതുബയിൽ തന്നെ വിഷയമായിട്ട് തന്നെ പറയേണ്ടതായിരുന്നു. ശരിക്കും നമ്മളൊക്കെ പങ്കാളികളാകേണ്ട വലിയൊരു കാര്യമാണ്. ഞാൻ അതിലേക്ക് പോകാറൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് പറയുമ്പോൾ അതും പറയണമല്ലോ. ഞാൻ എൻ്റെ വളണ്ടിയറായിട്ട് പോയിട്ടൊന്നുമില്ല, പ്രസംഗിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതെന്താ സംഭവം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? കിടപ്പിലായി പോയ പാവപ്പെട്ട രോഗികളാണ്. ചില കുടുംബത്തിൽ ഒരാൾ കിടപ്പിലായി കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ ആകെ താളം തന്നെ സാമ്പത്തികം. അയാളെ നോക്കാൻ 1-2 ആളുകൾ വേണം. അവരുടെ പണിയും ജോലിയൊന്നും നടക്കില്ല. നമ്മുടെ ചുറ്റുവട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർ, അതിനകത്ത് ജാതി മത വ്യത്യാസമൊന്നുമില്ല, ഏതെങ്കിലും മതം അങ്ങനെയൊന്നുമില്ല കേട്ടോ. എല്ലാറ്റിലും അള്ളാഹു നമുക്ക് പ്രതിഫലം വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന പല രോഗങ്ങൾക്കുമുള്ള തടസ്സം. അതും കൂടി കണക്കാക്കണം. എൻ്റെ കൂടെയുള്ളവരെ അല്ലേ, അങ്ങനെ ഉണ്ടല്ലോ, അവർക്ക് ഞാൻ സാന്ത്വനമാകുമ്പോൾ തണലാകുമ്പോൾ എന്നിൽ സംഭവിച്ചാൽ അള്ളാഹുവിൻ്റെതാണല്ലോ ഈ സംവിധാനമൊക്കെ. നമുക്കറിയില്ല ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, നമുക്കറിയില്ല. ഒരു കാര്യം കൊണ്ട് അള്ളാഹു വേറെ പലതും നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ 500 രൂപ കൊണ്ട് 50,000-ന്റെ ഹോസ്പിറ്റൽ ബില്ല് ചിലപ്പോൾ വെട്ടിപ്പോകുന്നുണ്ടാവും. അത് നമ്മൾ അറിയണില്ല എന്നേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചുറ്റുവട്ടങ്ങൾ നിരീക്ഷിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാവും പല ആളുകളുടെയും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അങ്ങനെയാണ് സംഗതി. അതുകൊണ്ട് അവരൊരു ബിരിയാണി ചലഞ്ച് ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് കിട്ടും. ബിരിയാണി വാങ്ങി കഴിക്കാൻ നമുക്കാർക്കും പൂതിയൊന്നുമില്ല, ധാരാളം കഴിക്കുന്നതാണ്. കുറച്ചും കൂടെ നന്നായിട്ട് ചിലപ്പോൾ ഇതിനേക്കാൾ നല്ലത് വീട്ടിലുണ്ടാക്കാനും പറ്റിയേക്കും, അത് വേറെ കാര്യമാണ്. അതല്ല, അത് നമ്മൾ പങ്കാളികളാകാൻ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം ആ രോഗികൾക്ക് വേണ്ടി മാറ്റിവെക്കാനുള്ള സംഗതിയാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ അയൽപക്കത്തേക്ക് ഇനി സ്പോൺസർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒരു 50 എണ്ണം എവിടെയെങ്കിലുമൊക്കെ വരാനാഥാലയം, അങ്ങനെ എന്തെങ്കിലും സംഗതികളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി ഞാൻ സ്പോൺസർ ചെയ്യാം. ഇങ്ങനെയൊക്കെ നമുക്കത് ഏറ്റെടുക്കാം. ബിരിയാണി കഴിക്കാനുള്ള പൂതി കൊണ്ടല്ല, വീണ്ടും പറയാണ്, അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് മാത്രം അവസാനിപ്പിക്കേണ്ട കേട്ടോ. സാധ്യമാകുന്ന നമുക്ക് അതിൽ ചെയ്യാൻ അറിയോ. അതിലൂടെയൊക്കെയാണ് റബ്ബ് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ അല്ല മാറ്റിക്കളയുന്നത്, പലതിനെ മാറ്റിക്കളയും. അപ്പം അതൊക്കെ ഓർമ്മയിലുണ്ടാകണം. അതിലും എല്ലാവരും സഹകരിക്കണം. പുറത്തെ കൗണ്ടറൊക്കെ ഉണ്ട്, അങ്ങനെ ദേശീയം അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉത്തരവാദപ്പെട്ടവർ പറഞ്ഞു തരും. എന്തായാലും റബ്ബ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല ജീവിതം നയിക്കണം, വിശുദ്ധമായ നന്മ നിറഞ്ഞ ജീവിതം നയിക്കണം, പടച്ചവൻ ഇഷ്ടപ്പെട്ട മനുഷ്യരാകണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. സർവാധിനാഥനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തന്ന് ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ പുറത്തു തരണേ പടച്ചവനെ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ കബറിടങ്ങളെ നീ വിശാലമാക്കണേ തമ്പുരാനെ. അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്കൊക്കെയും നല്ല ആഫിയത്തുള്ള ഈമാനുള്ള ദീർഘായുസ് കൊണ്ട് അവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, ഭാവി സന്തതി പരമ്പരകൾക്ക് ഹിദായത്ത് നൽകി നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ആപത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന്, വാർദ്ധക്യത്തിൽ നിന്ന്, മാരകങ്ങളും ഭയാനകങ്ങളുമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹുവേ, സകല പ്രയാസങ്ങളിൽ ഞങ്ങൾ നീ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഗസയുടെ പോരാട്ട ഭൂമി ഇപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉള്ളതാണ് പടച്ചവനെ. ഈ സന്ദർഭത്തിൽ അവിടെ രക്തസാക്ഷികളായ മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ് പടച്ചവനെ. അവർക്കെല്ലാം നീ രക്തസാക്ഷിത്വത്തിന്റെ മഹനീയമായ പദവി നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഒരുപാട് പേര് കിരാതന്മാരുടെ, കാട്ടാളന്മാരുടെ ആക്രമണത്തിൽ അല്ലാഹുവേ അംഗവൈകല്യം സംഭവിച്ചവർ, കിടപ്പിലായി പോയ മനുഷ്യർ, അല്ലാഹുവേ അവർക്കൊക്കെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവർ അല്ലാഹുവേ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് അവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ലോക മുസ്ലിങ്ങളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ.
അള്ളാഹുവേ, എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് നൽകുന്ന ജീവിത വിഭവങ്ങളിലൊക്കെയും ഞങ്ങളുടെ ആയുസ്, ആരോഗ്യം, സമ്പത്ത്, സന്താനങ്ങൾ, ദീന, ദുനിയാവ്, ഇൽമ്, ഈമാൻ സർവ്വ കാര്യങ്ങളിലും ബർക്കത്ത് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, എല്ലാ അർത്ഥത്തിലും സന്തോഷവും സമാധാനവും നിറഞ്ഞ സലാമത്തായ ജീവിതം ഞങ്ങൾക്ക് നീ ദുനിയാവിലും ആഖിറത്തിലും നൽകണേ പടച്ചവനെ. അള്ളാഹുവേ, നേരത്തെ ഞങ്ങളിവിടെ സദഖയെ കുറിച്ച് പറഞ്ഞു. പടച്ചവനെ, ഞങ്ങൾ നിർവഹിക്കുന്ന ഈ സദഖകളെല്ലാം ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച റബ്ബേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പള്ളിക്ക് വേണ്ടി നൽകുന്ന ദാനത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവേ പരലോക നാളിൽ സ്വർഗീയമായ ഭവനങ്ങളാണ്. അള്ളാഹ് അത് നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. രോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മാറ്റിവെക്കുന്ന പണം രോഗത്തിൽ നിന്നുള്ള സുരക്ഷയ്ക്കാണ് അള്ളാഹുവേ. രോഗങ്ങളിൽ നിന്നുള്ള മാരകമായ മാറാവ്യാധികളിൽ നിന്നുള്ള സംരക്ഷണം നൽകി അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുമ്മ റബ്ബന അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സനാ ഫലാ തുദില്ലനാ യാ റബ്ബൽ ആലമീൻ. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشغل خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون.